Hello all. So today we are going to discuss about banking ombudsman. ഈ ബാങ്കിങ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്ന ആ ഒരു അതോറിറ്റി എന്താണ്, അതിൻ്റെ കോൺസെപ്റ്റ്, ഒബ്ജക്റ്റീവ്സ്, പവേഴ്സ്, പിന്നെ ഏതൊക്കെ കൈൻഡ്സ് ഓഫ് കംപ്ലയിൻസ് ആണ് അവർ ഡീൽ ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്. സോ വാട്ട് ഈസ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ, വാട്ട് ഈസ് ഇറ്റ്സ് കോൺസെപ്റ്റ്സ് എന്ന് ആദ്യം നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ബാങ്കിങ് ഓംബുഡ്സ്മാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഒഫീഷ്യലാണ്. എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബാങ്കിൻ്റെ സർവീസസ് സാറ്റിസ്ഫൈഡ് അല്ല, അല്ലെങ്കിൽ നമുക്ക് ആ ബാങ്കിനെ പറ്റി കംപ്ലയിൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ആ ബാങ്കിൻ്റെ സർവീസ് തരുന്നതിൽ നമുക്കൊരു എന്താ പറയുക, എന്തെങ്കിലും ഒരു ഡെഫിഷ്യൻസി അവർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലൊക്കെ നമുക്കൊരു ബാങ്കിനെ പറ്റിയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കാവുന്ന, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഗ്രീവൻസസ് ഒക്കെ പോസ്റ്റ് ചെയ്യാവുന്ന, അതിൻ്റെ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ബാങ്കിങ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത്. ഈ ബാങ്കിങ് ഓംബുഡ്സ്മാൻ ഇവിടെ നമ്മുടെ ടേമിൽ പറയുന്ന പോലെ തന്നെ ക്വാസി ജുഡീഷ്യൽ ഒഫീഷ്യലാണ്. ഈ ക്വാസി ജുഡീഷ്യൽ ഒഫീഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോർട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു ജഡ്ജിൻ്റെ ഒക്കെ സെയിം പവറാണ് ഈ ക്വാസി ജുഡീഷ്യൽ ഒഫീഷ്യൽ എന്ന് പറയുന്ന ഒരാൾ എൻജോയ് ചെയ്യുന്നുണ്ടാവുക. എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കേസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കാനും, അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് അല്ലെങ്കിൽ അതിൻ്റെ എവ്രി ന്യൂക്ക് ആൻഡ് കോർണർ അന്വേഷിച്ച് എല്ലാ കാര്യങ്ങൾക്കും ഒരു അനലൈസ് ചെയ്ത് ഒരു വ്യക്തതയായി അതിനെ പറ്റിയിട്ട് എന്താണ് ഒരു കൺക്ലൂഷൻ, അല്ലെങ്കിൽ എന്താണ് അതിലൊരു റെഡ്രസ്, അതായത് എന്ത് ഒപ്പീനിയൻ അല്ലെങ്കിൽ എന്ത് സൊല്യൂഷനാണ് നമുക്കതിന് ചെയ്യാൻ പറ്റുക. അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ ഒരു ഗ്രീവൻസ്, അതായത് ഗ്രീവൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഫുള്ളും അന്വേഷിച്ച് ഒരു കൺക്ലൂഷൻ എടുത്ത് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള എല്ലാവിധ ക്വാസി ജുഡീഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീഗലി അതോറിറ്റി ഉള്ള ഒരാളാണ് ഈ ബാങ്കിങ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത്. ഇതാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്രക്സ് എന്ന് പറയുന്നത്. നത്തിങ് ബട്ട് ഒരു ബാങ്കിൻ്റെ സർവീസസിൽ അവർ ഡെഫിഷ്യൻസി കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ സർവീസിൽ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് അല്ല, അല്ലെങ്കിൽ കസ്റ്റമർക്ക് ആ ബാങ്ക് തരുന്ന ഏതെങ്കിലും ഓഫീസറിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിനെ പറ്റിയിട്ടോ കംപ്ലയിൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കംപ്ലയിൻറ്റ് പറയാവുന്ന, നമുക്ക് സബ്മിറ്റ് ചെയ്യാവുന്ന സ്ഥലം എന്ന് പറയാൻ പറ്റില്ല, ഒരു ഒഫീഷ്യലാണ് ഈ ബാങ്കിങ് ഓംബുഡ്സ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതൊരു അതോറിറ്റിയാണ്. അതായത് ഒരു കോർട്ടിൻ്റെ പോലെ തന്നെ, അല്ലെങ്കിൽ ഒരു ജഡ്ജി എൻജോയ് ചെയ്യുന്ന എല്ലാ അതോറിറ്റീസും ഈ ബാങ്കിങ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്ന ആൾ എൻജോയ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒരു പ്രോബ്ലം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിനെ പറ്റി A to Z അന്വേഷിച്ച് അനലൈസ് ചെയ്ത് അതിന് ആപ്റ്റായിട്ടുള്ള ഒരു സൊല്യൂഷൻ എടുത്ത് കൊടുക്കുക എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ബാങ്കിങ് ഓംബുഡ്സ്മാനുള്ളത്. ഇനി നമുക്ക് സ്ലൈഡിലേക്ക് പോവാം. ബാങ്കിങ് ഓംബുഡ്സ്മാൻ ഇസ് എ ക്വാസി ജുഡീഷ്യൽ ഒഫീഷ്യൽ appointed by a quasi-judicial authority and the RBI under Indian's Banking Ombudsman Scheme 2006, and the jurisdiction was formed following to the judgment made by Indian government to facilitate in resolving customer complaints and objections against insufficiency in banking services. അതായത് ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ, അത് ഏതിൻ്റെ കീഴിൽ വരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതായത് RBIയുടെ ഒരു ക്വാസി ജുഡീഷ്യൽ ഒഫീഷ്യലാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത്. അവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഒരു ക്വാസി ജുഡീഷ്യൽ അതോറിറ്റി ആയിരിക്കും. അത് വേണമെങ്കിൽ ഒരു ബാങ്ക് ആവാം, അതായത് RBI ആവാം, അല്ലെങ്കിൽ ഒരു കോർട്ട് തന്നെ ആയിരിക്കാം. ഒരു ക്വാസി ജുഡീഷ്യൽ അതോറിറ്റി ആയിട്ട് ആക്ട് ചെയ്യുന്ന ഏതൊരു അതോറിറ്റിക്കും ഈ ക്വാസി ജുഡീഷ്യൽ ഒഫീഷ്യലിനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ആൻഡ് RBI അണ്ടർ ഇന്ത്യൻസ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം 2006 ആണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം. അതുപോലെ തന്നെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെയും കൂടെ ജഡ്ജ്മെൻറ്റിൻ്റെ ബേസിസിലാണ് ഇങ്ങനൊരു ക്വാസി ജുഡീഷ്യൽ ഒഫീഷ്യലിനെ നമ്മൾ ഒരു ക്വാസി ജുഡീഷ്യൽ അതോറിറ്റി അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ആ ഒഫീഷ്യലിനെ നമ്മൾ പറയുന്നതാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ എന്നുള്ളത്. ആളുടെ ഒരു ഫങ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ കംപ്ലയിൻസും അതുപോലെ ബാങ്കിൻ്റെ സർവീസസിൻ്റെ ഇൻസഫിഷ്യൻസിനെ പറ്റി വരുന്ന എന്തെങ്കിലും ഒബ്ജക്ഷൻസൊക്കെ റിസോൾവ് ചെയ്യുക, അല്ലെങ്കിൽ അത് സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി ബാങ്കിങ് ഓംബുഡ്സ്മാൻ സർവീസ് ഈസ് എ ഗ്രീവൻസ് റെഡ്രസൽ സിസ്റ്റം. ഗ്രീവൻസ് റെഡ്രസൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഗ്രീവൻസ് മീൻസ് കംപ്ലയിൻസ്, റെഡ്രസൽ മീൻസ് വേണ്ടാന്ന് അതായത് അവോയ്ഡ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ പരിഹാരം കണ്ടെത്തുക, മിനിമൈസ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ ഗ്രീവൻസ് റെഡ്രസൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലയിൻറ്റ് ഇല്ലാതാക്കുക, അല്ലെങ്കിൽ ഒരു കംപ്ലയിൻറ്റ് നോക്കി അതിനെ വേണ്ടാന്നാക്കുക, അല്ലെങ്കിൽ ആ കംപ്ലയിൻറ്റിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അങ്ങനെ നമ്മൾ പറയുന്ന ഒരു ടെക്നിക്കൽ ഒരു ലീഗൽ ടേമാണ് ഗ്രീവൻസ് റെഡ്രസൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞു ബാങ്കിങ് സർവീസസിൻ്റെ ഇൻസഫിഷ്യൻസിനെ പറ്റിയിട്ടുള്ള നമ്മുടെ ഒബ്ജെക്ഷൻസ് നമുക്ക് പ്ലേസ് ചെയ്യാവുന്ന ഒരു സ്ഥലം ഇൻ ദ സെൻസ് ഒരു ഒഫീഷ്യലാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുപോലെ അതുകൊണ്ട് തന്നെ അതൊരു ഗ്രീവൻസ് റെഡ്രസൽ സിസ്റ്റമാണ്. ഗ്രീവൻസ് റെഡ്രസൽ സിസ്റ്റം അതൊരു ലീഗൽ പക്ക ലീഗൽ ടേമാണ്. ഇപ്പോൾ ഗ്രീവൻസ് റെഡ്രസൽ സിസ്റ്റം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കംപ്ലയിൻറ്റ് ഇല്ലാണ്ടാക്കാനുള്ള ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോസസ്സിനെ, ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ഗ്രീവൻസ് റെഡ്രസൽ സിസ്റ്റം എന്ന് പറയുക. കംപ്ലയിൻറ്റ്സ് ഒക്കെ ഇല്ലാതാക്കി സൊല്യൂഷൻ തരുന്ന ഒരു സിസ്റ്റം. ആൻഡ് അപ്പോൾ ബാങ്കിങ് ഓംബുഡ്സ്മാൻ സർവീസ് എന്ന് പറയുന്നത് ഒരു ഗ്രീവൻസ് റെഡ്രസൽ സിസ്റ്റമാണ്. Then Banking Ombudsman is appointed by RBI under Banking Ombudsman Scheme 2006. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ക്വാസി ജുഡീഷ്യൽ അതോറിറ്റിയാണ് ക്വാസി ജുഡീഷ്യൽ ഒഫീഷ്യലായിട്ടുള്ള ബാങ്കിങ് ഓംബുഡ്സ്മാനെ അപ്പോയിൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ RBI ആണ് നമ്മുടെ ക്വാസി ജുഡീഷ്യൽ അതോറിറ്റി. അപ്പോൾ ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം 2006 അനുസരിച്ച് RBI ആണ് ബാങ്കിങ് ഓംബുഡ്സ്മാനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. And RBI, as per Section 35A of the Banking Regulation Act 1949, introduced the Banking Ombudsman Scheme with effect from 1995. അപ്പോൾ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അതാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 സെക്ഷൻ 35 അനുസരിച്ച് ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം 1995 മുതലേ പ്രാബല്യത്തിലുണ്ട്, അതായത് എക്സിസ്റ്റൻസ് ഉണ്ട് അതിന്. പക്ഷേ നമ്മൾ ഇപ്പോൾ ഒരു ബാങ്കിങ് ഓംബുഡ്സ്മാൻ കുറച്ചും കൂടെ എന്താ പറയുക, അതിൻ്റെ ഫങ്ഷൻസും അതിൻ്റെ ഒരു സ്ഥാനം കുറച്ചും കൂടെ സ്ട്രോങ് ആയത് ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം 2006 പ്രകാരമാണ്. 1995 അതിന് പ്രസൻസ് ഉണ്ട്, അതിൻ്റെ എക്സിസ്റ്റൻസ് ഉണ്ട്, പക്ഷെ അത്രയ്ക്കും ഒരു സ്ട്രോങ് അല്ല ഇൻ ദ സെൻസ് നമ്മളൊരു ഗ്രീവൻസ് കൊടുക്കുമ്പോഴേക്കും അത് സൊല്യൂഷൻ കണ്ടെത്തുക, അങ്ങനെ അത്രയും ഒരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനെ കിങ്ങായിട്ട് കാണുന്ന ആ ഒരു നിയമം എന്ന് വെച്ചാൽ ആ ഒരു നാട്ടു നടപ്പൊന്നും അന്ന് കാലത്ത് 1995 ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് അങ്ങനെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ കുറച്ചും കൂടി ഒരു റെലവൻസ് കിട്ടിത്തുടങ്ങിയത് ഇപ്പോൾ അടുത്ത കാലത്താണ്. അതുകൊണ്ട് തന്നെ 2006 ഈ ഒരു സ്കീമിന് കുറച്ചും കൂടി ഒരു സ്ഥാനം വന്നു തുടങ്ങിയത്. 1995 മുതൽ അതിന് എക്സിസ്റ്റൻസ് ഉണ്ട്, പക്ഷേ 2006 മുതലാണ് കുറച്ചും കൂടെ അതിനൊരു റെലവൻസ് വന്നു തുടങ്ങിയിട്ടുള്ളത്. ആൻഡ് ദ സർവീസ് ഇസ് അവൈലബിൾ ഫോർ കംപ്ലയിൻറ്റ്സ് അഗെയിൻസ്റ്റ് എ ബാങ്ക്സ് ഡെഫിഷ്യൻസി ഓഫ് സർവീസ്. അറിയാലോ, a bank's customer can submit complaint against the deficiency in the service of the bank branch and the bank as applicable, and if he does not receive a satisfactory response from the bank, he can approach Banking Ombudsman for further action. ഫസ്റ്റ് നമുക്കൊരു ബാങ്കിൻ്റെ ഡെഫിഷ്യൻസി നമുക്ക് ബാങ്കിൻ്റെ ഡെഫിഷ്യൻസി, അതായത് ബാങ്കിൻ്റെ സർവീസിൽ ഒരു ഡെഫിഷ്യൻസി ഫീൽ ചെയ്യുന്നുണ്ട്, അതിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിലല്ല ബാങ്കിൻ്റെ സർവീസസ് എങ്കിൽ ആദ്യം നമ്മൾ ബാങ്കിൽ തന്നെയാണ് ആ ഒരു കംപ്ലയിൻറ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. ബാങ്ക് അതിന് ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു റെസ്പോൺസ് നമുക്ക് തന്നിട്ടില്ല, അല്ലെങ്കിൽ ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും നല്ലൊരു റെസ്പോൺസ് നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എടുക്കാവുന്ന സ്റ്റെപ്പാണ് ഈ ബാങ്കിങ് ഓംബുഡ്സ്മാനെ പോയിട്ട് കാണുക എന്നുള്ളത്. അപ്പോൾ അതാണ് അവിടെ പറയുന്നത്. യെസ്, പിന്നെ ഈ ഒരു ടോപ്പിക്കിൽ ആകെ 7 സ്ലൈഡ്സേ ഉള്ളൂ. അതായത് അത്രയും ക്യാപ്സ്യൂളായിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രമേ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സ്ലൈഡിലെ എല്ലാ പോയിൻറ്റ്സും എക്സാമിൻ ചെയ്യണം, ഒരെണ്ണം പോലും വിട്ട് കളയാൻ പാടില്ല, കാരണം അത്രയും ക്യാപ്സ്യൂളായിട്ടാണ് ഞാൻ തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ഇതിലെ എല്ലാ പോയിൻറ്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് എല്ലാ പോയിൻറ്റ്സും പരീക്ഷയിൽ ക്വസ്റ്റ്യൻ വന്നാൽ ആൻസറിൽ എല്ലാ പോയിൻറ്റ്സും ഇൻകോർപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, then what can banking ombudsman do? എന്താണ് ആൾ ചെയ്യണേന്ന് നോക്കാം. If a customer is not happy with the services and facilities rendered by a bank, the customer has all the power to complain to the complaint cell of a bank. If the bank does not take any action or efforts, then the customer can propose the problem with the ombudsman of the relevant bank. The RBI has selected steps to establish the internal ombudsman and make them extra self-governing. So, the banking ombudsman officials are introduced in every relevant bank for the sake of customers. They look forward to all the complaints and resolve that they're the best.
ഇത്രയേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് എഴുതുന്നേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. എന്താ അവർ ചെയ്യാൻ ചോദിച്ചാൽ നമുക്കൊരു ബാങ്ക് റെൻഡർ ചെയ്യുന്ന സർവീസിൽ ആ ഒരു കസ്റ്റമർ തീരെ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ ആ ബാങ്കിൻ്റെ കംപ്ലയിൻറ്റ് സെല്ലിലാണ് നമ്മൾ ആദ്യം കംപ്ലയിൻറ്റ് ചെയ്യുക. ആ ബാങ്കിൽ നിന്നും അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് നല്ലൊരു റെസ്പോൺസ്, സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ളൊരു റെസ്പോൺസ് കസ്റ്റമറിന് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ബാങ്കിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓംബുഡ്സ്മാൻ ആരാണോ അവരെ ചെന്ന് നമ്മുടെ കംപ്ലയിൻറ്റ് നമുക്ക് സബ്മിറ്റ് ചെയ്യാം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ആ ഓംബുഡ്സ്മാൻ നോക്കിക്കോളും എന്നാണ് പറയുന്നത്. പിന്നെ ഇൻറ്റേർണൽ ഓംബുഡ്സ്മാൻ ഉണ്ടാവും അതായത് RBI has selected steps to establish the internal ombudsman and make them extra self-governing എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു ബാങ്കിന് ചിലപ്പോൾ ഇൻറ്റേർണൽ ഓംബുഡ്സ്മാൻ ഉണ്ടാവും. അപ്പോൾ കുറച്ചും കൂടെ ഓട്ടോണമസ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ചാൻസസ് കൂടുതലാണ് എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ അതിന് വലിയ റെലവൻസ് ഒന്നുമില്ല. എന്താണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റേർണൽ ആയാലും എക്സ്റ്റേർണൽ ആയാലും ചില ബാങ്കുകൾക്ക് കുറച്ചും കൂടെ കപ്പാസിറ്റി ഉള്ള ബാങ്കുകൾക്ക് ഇൻറ്റേർണൽ ഓംബുഡ്സ്മാൻ ഉണ്ടാവാം. പക്ഷേ ഓംബുഡ്സ്മാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ്സ് റെഡ്രസൽ സിസ്റ്റം തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ കംപ്ലയിൻറ്റ് കൊടുക്കുന്നു, നമ്മുടെ കംപ്ലയിൻ്റ് എല്ലാം നോക്കി എല്ലാ കാര്യങ്ങളും എവറി നൂക്ക് ആൻഡ് കോർണർ അനലൈസ് ചെയ്തിട്ട് ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ നമുക്ക് തരുന്നു. അതാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം എന്താണെന്ന് നോക്കാം. The Banking Ombudsman Scheme permits a speedy and reasonable forum to bank customers for analysis of grievances linking to specific services provided by banks. Banking Ombudsman Scheme needs the Banking Ombudsman official to resolve bank complaints. ഈ ഒരു സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോയിന്റ് തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. അതായത് കസ്റ്റമർക്ക് ബാങ്കിനെ പറ്റി എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നുണ്ടെങ്കിൽ ഒരു ബാങ്കിങ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്ന ഒരു ഒഫീഷ്യലിനെ നമുക്ക് അപ്പോയിൻറ്റ് ചെയ്യാം. അങ്ങനെ അപ്പോയിൻറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ബാങ്കിനെ പറ്റിയിട്ടുള്ള കംപ്ലയിൻസും അവരുടെ ഒബ്ജെക്ഷൻസും ഒക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് ഈ ബാങ്കിങ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്ന ആ ഒരു ഒഫീഷ്യലിനെ കണ്ട് നമുക്ക് കംപ്ലയിൻസ് ഒക്കെ പറയാം. അങ്ങനെ ആൾ വളരെ നല്ലൊരു അനലൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു സ്പീഡി ആൻഡ് റീസണബിൾ സൊല്യൂഷൻ കണ്ടുപിടിച്ച് തരും. അപ്പോൾ അങ്ങനെ ഒരു സ്കീമിനാണ് നമ്മൾ ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ പോയിന്റിനെ എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞ് ആൻഡ് ആ ഒരു സ്കീമിനെ പറയുന്നതാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം എന്ന് എഴുതിയാൽ മതി. സോ ഇത്രയേ ഉള്ളൂ. ബാങ്കിങ് ഓംബുഡ്സ്മാൻ എന്താണ് പറയുന്നത് അല്ലെങ്കിൽ ആളുടെ ഫംഗ്ഷൻ എന്താണോ അത് ചെയ്തു തരുന്ന സ്കീം, അതിനെപ്പറ്റി പരാമർശിക്കുന്ന സ്കീം ഏതാണോ ആ സ്കീമാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. Then all scheduled commercial banks, regional rural banks and scheduled primary cooperative banks are covered under the scheme. അപ്പോൾ എല്ലാ കമേഴ്ഷ്യൽ ബാങ്ക്സും RRBസും PCBസും എല്ലാവരും ഈ ഒരു ഷെഡ്യൂളിൻ്റെ കീഴിലാണ്. ഏതൊരു ബാങ്കിനും ഒരു ബാങ്കിങ് ഓംബുഡ്സ്മാൻ ഉണ്ടാവും എന്നാണ് അവിടെ പറയുന്നത്. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന്. ഫസ്റ്റ് ഒബ്ജക്റ്റീവ്, ടു ഇൻറ്റൻസിഫൈ ആൻഡ് സ്പ്രെഡ് ദി അവെയർനെസ് ഓഫ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം. ഇങ്ങനൊരു ബാങ്കിങ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട് എന്നുള്ളത് എല്ലാവരിലേക്കും ഒരു അവെയർനെസ് സ്പ്രെഡ് ചെയ്യിപ്പിക്കുക. ആ ഒരു സ്കീമിനെ പറ്റി കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു അറിവ് എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒബ്ജക്റ്റീവ്. To help in swift and legitimate redressal of complaints through control of IT systems, extensive and simple convenient database and intensified aptitude aims. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിൻ്റെ IT സിസ്റ്റം, അതായത് ഈ ഒരു ബാങ്കിങ് ഓംബുഡ്സ്മാൻ IT സിസ്റ്റം ഉണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്നൊക്കെ ഡെപ്പോസിറ്റ്സ് വരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ബാങ്കിന് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാവും, ആ സോഫ്റ്റ്വെയറിനെയും കൂടി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വേറൊരു സോഫ്റ്റ്വെയർ ഈ ഒരു ബാങ്കിങ് ഓംബുഡ്സ്മാൻ്റെ കയ്യിലുണ്ടാവും. കാരണം എന്തെങ്കിലും മാനിപ്പുലേഷൻസ് സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ചും കൂടെ സൈബർ റിലേറ്റഡ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാവുന്ന നല്ല ഒരു IT സിസ്റ്റം ഈ ഒരു ബാങ്കിങ് ഓംബുഡ്സ്മാൻ്റെ കയ്യിലുണ്ടാവും. അപ്പോൾ അതുപയോഗിച്ച് ഡേറ്റാബേസൊക്കെ നോക്കി അങ്ങനെ വളരെ നന്നായിട്ട് വളരെ ടെക്നിക്കലായിട്ട് ലീഗലായിട്ട് കംപ്ലയിൻസൊക്കെ റെഡ്രസൽ ചെയ്യുന്ന അല്ലെങ്കിൽ കംപ്ലയിൻസൊക്കെ അവോയ്ഡ് ചെയ്ത് മിനിമൈസ് ചെയ്ത് തരിക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. Then third one, renders advice and feedbacks to RBI towards building relevant and up-to-date guidelines to banks to enhance the level of customer service and to grow their internal complaint redressal system. ചില കസ്റ്റമേഴ്സിന്
ബാങ്കിനെ പറ്റിയിട്ടുള്ളൊരു കംപ്ലൈൻ്റ് ആയിരിക്കില്ല കൊടുക്കാനുണ്ടാവുക. കുറച്ചും കൂടെ ഒപ്പീനിയൻ അല്ലെങ്കിൽ സജഷൻസ് ആയിരിക്കും കൊടുക്കാനുണ്ടാവുക. ചിലപ്പോൾ എന്താ പറയുക, ഈ ബാങ്ക് ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടെ നന്നായിരിക്കും, അല്ലെങ്കിൽ കുറച്ചും കൂടെ ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ഡെപ്പോസിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടെ മാർക്കറ്റ് വാല്യൂ കൂടാൻ നല്ലതായിരിക്കും. അങ്ങനെ ഒരു ബാങ്കിൻ്റെ സർവീസസിനെ പറ്റിയിട്ടുള്ള അൺസാറ്റിസ്ഫാക്ടറി കാര്യങ്ങൾ മാത്രമായിരിക്കില്ല, നല്ല നല്ല സജഷൻസും ഒപ്പീനിയൻസും കൂടെ ചിലപ്പോൾ നല്ല കസ്റ്റമേഴ്സിന് കൊടുക്കാനുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ കൂടെ ഈ ബാങ്കിങ് ഓംബുഡ്സ്മാന് കൊടുക്കാം. കൂടുതലുമായിട്ടും റെഡ്രസൽ സിസ്റ്റമാണിത്, എങ്കിൽ കൂടിയും കുറച്ച് നല്ല സജഷൻസ് വേണമെങ്കിൽ കൊടുക്കാം. കാരണം ഇപ്പോൾ ബാങ്കിനോട് പറഞ്ഞാൽ പോലെ അവരുടെ കയ്യിൽ നിൽക്കാത്ത കാര്യങ്ങളാണെങ്കിൽ ഈ ബാങ്കിങ് ഓംബുഡ്സ്മാന് കൊടുക്കാം. കാരണം ആളൊരു സ്ക്വാഷ് ജുഡീഷ്യൽ ഒഫീഷ്യലായ കാരണം കൊണ്ടും RBI ആയിട്ട് നല്ലൊരു ലൈസൺ ഉള്ള കാരണം കൊണ്ടും ഇയാളോട് ഈ ഒരു ഒഫീഷ്യലിനോട് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിട്ട് കാര്യങ്ങൾ നടക്കും എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ ആൾക്കാർ കസ്റ്റമേഴ്സ് നല്ല ഒപ്പീനിയൻസ് ഒക്കെ കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണ് കസ്റ്റമർ സർവീസിൻ്റെ ആ ഒരു ലെവൽ നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ്സ് കുറയാനായിട്ട് നമുക്ക് കുറച്ചും കൂടെ എന്തൊക്കെ ഗ്രോത്തും ഡെവലപ്മെൻറ്റ്സും നമുക്ക് ബാങ്കിൽ നടത്താൻ പറ്റും, അങ്ങനെയുള്ള നല്ല നല്ല ഗൈഡ് ലൈൻസ് RBIക്ക് കൊടുക്കാൻ കൂടി ഈ ഒരു ബാങ്കിങ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്ന ആൾക്ക് നമ്മളെ സഹായിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നല്ലൊരു ഗൈഡ് ലൈൻസ് കൊടുക്കുക, നല്ല അഡ്വൈസസും ഫീഡ്ബാക്സും ഒക്കെ RBIക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ബാങ്കിങ് ഓംബുഡ്സ്മാൻ്റെ വേറൊരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുള്ള പോലെ ഒബ്ജക്റ്റീവ്സ് തന്നെ നമുക്ക് ഫങ്ഷൻസുമായിട്ട് എഴുതാം. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ 2 വെച്ച് എഴുതണം, ഫങ്ഷൻ ആകുമ്പോൾ ഹെൽപ്സ് ടു വെച്ച് എഴുതണം, അത്രയേ ഉള്ളൂ. അപ്പോൾ രണ്ടും ചോദിച്ചാലും 2 ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്കിത് തന്നെ ആൻസർ മോൾഡ് ചെയ്ത് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒബ്ജക്റ്റീവാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതിനെ തന്നെ നമുക്ക് ഫങ്ഷൻസ് എന്നും പറയാം. ആൻസർ ഒന്ന് സ്ട്രക്ചർ ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നല്ല ഫീഡ്ബാക്ക് കൊടുക്കുക എന്നുള്ളതാണ് തേർഡ് ഒബ്ജക്റ്റീവ്. ദെൻ പറയണത് ടു സെക്യൂർ റെഡ്രസൽ ഓഫ് കംപ്ലയിൻറ്റ്സ് ഓഫ് യൂസേഴ്സ് ഇൻ ബാങ്കിങ് സർവീസസ് ലൈക്ക് ഇൻ എ ഫെയർ മാനർ ആൻഡ് റീസണബിൾ ദാറ്റ് വിൽ ഗിവ് പർപ്പസ് ടു റിഫൈൻഡ് കസ്റ്റമർ സർവീസസ് ഇൻ ദി ബാങ്കിങ് സെക്ടർ ആസ് എ കോൺസ്റ്റന്റ് ബേസിസ്. അപ്പോൾ ഇനി നമ്മുടെ ശരിക്കുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒബ്ജക്റ്റീവാണ് പറയുന്നത്, അതായത് ബാങ്കിങ്ങിൻ്റെ സർവീസസിനെ പറ്റിയിട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ആർക്കെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ആ കംപ്ലയിൻറ്റ്സ് ആക്സെപ്റ്റ് ചെയ്യുക, അതിനെപ്പറ്റി അനലൈസ് ചെയ്യുക, എന്നിട്ട് നല്ലൊരു റെഡ്രസൽ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബാങ്കിങ് ഓംബുഡ്സ്മാൻ്റെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. അപ്പോൾ ഒബ്ജക്റ്റീവ് എഴുതുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇതാണ്, ടു സെക്യൂർ റെഡ്രസൽ എന്ന് പറയുന്നത്. അപ്പോൾ അതായിരിക്കണം ആദ്യം എഴുതേണ്ടത്, പിന്നീട് നമുക്ക് എഴുതാം. അപ്പോൾ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള പർപ്പസ് ആണല്ലോ ആദ്യത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ അതായിരിക്കണം ഒബ്ജക്റ്റീവ്സ് ചോദിക്കുമ്പോൾ ഫസ്റ്റ് എഴുതേണ്ടത്. പിന്നീടാണ് സെക്കൻഡ് തേർഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഒക്കെ നമ്മൾ പറയാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പവേഴ്സ് ആൻഡ് ജൂറിസ്ഡിക്ഷൻ. ഈ ബാങ്കിങ് ഓംബുഡ്സ്മാൻ്റെ പവേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. The Reserve Bank shall specify the territorial limits to which the authority of each banking ombudsman appointed under clause 4 of the scheme shall extend. എത്ര ടെറിട്ടോറിയൽ ലിമിറ്റ്സ്, എത്ര ലിമിറ്റ് വരെ, ടെറിട്ടോറിയൽ ലിമിറ്റ് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് ജോഗ്രഫിക്കലായിട്ടാണ് പറയുന്നത്, എത്ര വരെ നമുക്ക് ബാങ്കിങ് ഓംബുഡ്സ്മാൻ്റെ ഒരു അതോറിറ്റി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യാൻ, എത്രത്തോളം എക്സ്റ്റെൻഡ് വരെ ഈ ഒരു ബാങ്കിങ് ഓംബുഡ്സ്മാന് ഫങ്ഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് RBI ആണ് സ്പെസിഫൈ ചെയ്യുക ക്ലോസ് 4 അനുസരിച്ച്. The banking ombudsman shall receive and consider complaints relating to the deficiencies in banking and other services filed on the grounds mentioned in clause 8 and facilitates their satisfaction or settlement by agreement or through conciliation and mediation between the bank concerned and the aggrieved parties or by passing an award as per the provisions of the scheme. ഇവിടെ പറയുന്നത് ഒന്നുകിൽ ബാങ്കിങ് ഓംബുഡ്സ്മാന് ആ കിട്ടിയ കംപ്ലയിൻറ്റ് കൺസിഡർ ചെയ്തിട്ട് ക്ലോസ് 8 പ്രകാരം എങ്ങനെയാണോ ആ കംപ്ലയിൻറ്റ് നമുക്ക് തിരുത്താൻ പറ്റുന്നത്, ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നത്, എങ്ങനെയാണോ സാറ്റിസ്ഫാക്ഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അത് നമ്മളൊരു എഗ്രിമെൻറ്റ് വെച്ച് നമുക്ക് സെറ്റിൽ ചെയ്യാം. അല്ലെങ്കിൽ ബാങ്കിൻ്റെയും ആ ഒരു അഗ്രീവ്ഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ കംപ്ലയിൻറ്റ് കൊടുത്ത പാർട്ടി, ബാങ്കിൻ്റെയും പാർട്ടിയുടെയും ഇടയിൽ ഒരു മീഡിയേറ്ററായിട്ട് നിന്നിട്ട് അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ച് ഒരു മീഡിയേറ്ററിൻ്റെ ഫംഗ്ഷൻ ചെയ്ത് അങ്ങനെ നമുക്ക് ആ പ്രോബ്ലം വേണമെങ്കിൽ സെറ്റിൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പാസിങ് ആൻ അവാർഡ് ആസ് പെർ ദി പ്രൊവിഷൻസ് ഓഫ് ദി സ്കീം. അവാർഡ് എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു അവാർഡ് കൊടുക്കുക എന്നുള്ള രീതിയിലല്ല. അവാർഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ ടേമിനനുസരിച്ച്
ഒരു ലീഗലായിട്ടുള്ള ഒരു മൂവ്മെൻറ്റിനെയാണ് നമ്മളിവിടെ അവാർഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നല്ലൊരു പോസിറ്റീവ് വൈബിലല്ല നമ്മളിവിടുത്തെ അവാർഡ് എന്നുള്ളൊരു സെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്നുകിൽ ബാങ്കിങ് ഓംബുഡ്സ്മാൻ്റെ പവർ എന്ന് പറയുന്നത് കിട്ടിയ കംപ്ലയിൻറ്റ് നന്നായിട്ട് നോക്കി അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന രീതിയിലുള്ള ബാങ്കിനെ ഒരു എഗ്രിമെൻറ്റ് വഴി നമുക്കത് സെറ്റിൽ ചെയ്യാം, ആ പ്രോബ്ലം സെറ്റിൽ ചെയ്യാം. അല്ലെങ്കിൽ ഒരു മീഡിയേറ്ററായിട്ട് നിന്നിട്ട് കംപ്ലയിൻറ്റ് കിട്ടിയ ആളുടെ കയ്യിൽ നിന്നും ആ ബാങ്കിൻ്റെയും ഇടയിലുള്ള മീഡിയേറ്ററായിട്ട് നിന്നിട്ട് ആ പ്രോബ്ലം വേണമെങ്കിൽ സെറ്റിൽ ചെയ്യാം, അതിനുള്ള പവർ ഉണ്ട്. അല്ലെങ്കിൽ ആ സ്കീമിൻ്റെ പ്രൊവിഷൻ പ്രകാരം ഒരു അവാർഡ് പാസ് ചെയ്തിട്ട് കംപ്ലയിൻറ്റ് സെറ്റിൽ ചെയ്യാനുള്ള പവറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പവറൊക്കെ ഇത് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാനുള്ള, ഏതാണോ ആ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്നത് അതനുസരിച്ച് പവർ യൂസ് ചെയ്യാനുള്ള കഴിവ് അല്ലെങ്കിൽ ഒരു പവർ അതോറിറ്റി ബാങ്കിങ് ഓംബുഡ്സ്മാൻ ഉണ്ട്. Then the banking ombudsman shall exercise general powers of superintendence and control over his office and shall be responsible for the conduct of business threats. അപ്പോൾ ജനറൽ പവർ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ സുപ്പീരിയൻറ്റൻ്റ് അല്ലെങ്കിൽ ഓഫീസ് ആളുടെ ജുഡീഷ്യലായിട്ട് ആൾക്ക് കിട്ടിയിട്ടുള്ള പവർ എന്താണോ അതിൻ്റെ എക്സ്ട്രീമായിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു പവർ നമ്മുടെ ബാങ്കിങ് ഓംബുഡ്സ്മാൻ ഉണ്ട്. അത് ജനറൽ ആയിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക സ്പെഷ്യലി കിട്ടിയിട്ടുള്ള പവേഴ്സ് ആയിരിക്കും. എന്തായാലും അത് മൊത്തത്തിൽ അതിൻ്റെ ടു ദ കോർ യൂസ് ചെയ്യാനുള്ള എല്ലാ അധികാരവും ബാങ്കിങ് ഓംബുഡ്സ്മാൻ ഉണ്ട്. The office of the BO means Banking Ombudsman, shall draw up an annual budget for itself in consultation with RBI and shall exercise the powers of expenditure within the approved budget on the lines of RBI of India Expenditure Rules 2005. അപ്പോൾ ഈ ബാങ്കിങ് ഓംബുഡ്സ്മാന് സ്വയം ഒരു ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഒരു ആനുവൽ ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഉണ്ടാക്കാനുള്ള ഒരു അധികാരമുണ്ട്. പക്ഷെ അത് RBIയോട് ചോദിച്ച് RBIനെ കൺസൾട്ട് ചെയ്തിട്ട് ആണ് പറ്റുള്ളൂ. അങ്ങനെ RBI പറയുന്ന ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് RBIനെ കൺസൾട്ട് ചെയ്തിട്ടോ ഒരു ആനുവൽ ബഡ്ജറ്റ് ബാങ്കിങ് ഓംബുഡ്സ്മാന് ക്രിയേറ്റ് ചെയ്യാനുള്ള ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ട്. മാത്രമല്ല അതുപയോഗിച്ച് എത്ര എക്സ്പെൻഡിച്ചർ ആ അപ്രൂവ്ഡ് ബഡ്ജറ്റിൽ പറയപ്പെടുന്ന രീതിയിലുള്ള എത്ര എക്സ്പെൻഡിച്ചർ നമുക്ക് ഉണ്ടാവാം, ഒരു കൊല്ലത്തിൽ എത്ര എക്സ്പെൻഡിച്ചർ നമുക്ക്, എത്ര വരെയുള്ള എക്സ്പെൻഡിച്ചർ നമുക്ക് ഓക്കെയാണ് എന്നുള്ള നോക്കാനുള്ള കഴിവുകളൊക്കെ BOന് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുകയാണെങ്കിലും RBIയുടെ ഒരു കൺസൾട്ടേഷൻ അല്ലെങ്കിൽ RBIയുടെ ഒരു സഹായം വേണം. പക്ഷെ അങ്ങനെ RBIയോട് ചോദിച്ച് അവരുടെ ഒരു ഗൈഡ് ലൈൻസൊക്കെ യൂസ് ചെയ്തിട്ട് സ്വയം പവർ യൂസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അത് എടുക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു പവർ നമ്മുടെ ബാങ്കിങ് ഓംബുഡ്സ്മാന് ഉണ്ട്. Then the banking ombudsman shall send to the governor, Reserve Bank, a report on the 30th June every year containing a general review of the activities of his office during the preceding financial year and shall furnish such other information as the RBI may direct and the Reserve Bank may, if it considers necessary in the public interest so to do, publish the report and the information received from banking ombudsman in such consolidated form or otherwise as it deems fit. അതായത് ബാങ്കിങ് ഓംബുഡ്സ്മാൻ ആ ഒരു കൊല്ലത്തിൽ എന്തൊക്കെയാണ് അവിടെ നടന്നിട്ടുള്ള എക്സ്പെൻഡിച്ചർ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ റവന്യൂ എന്താണ്, എന്ത് കംപ്ലയിൻറ്റ്സ് വന്നിട്ടുണ്ട്, അങ്ങനെ ബാങ്കിങ് ഓംബുഡ്സ്മാൻ്റെ ഓഫീസിൽ എത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ഒരു കംപ്ലീറ്റ് റിപ്പോർട്ട് RBI ഗവർണറിന് പ്രൊവൈഡ് ചെയ്യും. RBI ഗവർണറിന് അത് നല്ലതാണ് അല്ലെങ്കിൽ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് അനുസരിച്ച് അത് പബ്ലിഷ് ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ബാങ്കിങ് ഓംബുഡ്സ്മാൻ കൊടുത്ത ആ റിപ്പോർട്ട്, ആ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ട് RBI പബ്ലിഷ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത്രയും ഒരു 5 പോയിൻറ്റ്സ് ആണ്. 5 ഒന്നല്ല, ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ട്. അതിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം ഞാൻ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും ആണ് പ്രൈം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പവേഴ്സ് ആൻഡ് ജൂറിസ്ഡിക്ഷൻ ഓഫ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ. ഓക്കെ, അപ്പോൾ എത്ര ടെറിട്ടോറിയൽ ലിമിറ്റ് വരെ പോവാം എന്നുള്ളത്, അതുപോലെ ഒന്നെങ്കിൽ കംപ്ലയിൻറ്റ്സ് എഗ്രിമെൻറ്റ് വഴി സെറ്റിൽ ചെയ്യാം, അല്ലെങ്കിൽ മീഡിയേറ്ററായിട്ട് നിന്ന് സെറ്റിൽ ചെയ്യാം, അല്ലെങ്കിൽ ഒരു അവാർഡ് പാസ് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ ജനറൽ പവർ ആയാലും സ്പെഷ്യൽ പവർ ആയാലും സൂപ്രിൻറ്റൻഡൻസ് പവർ ആയാലും എന്തായാലും തൻ്റെ ഓഫീസിൽ നമുക്ക്, അതായത് ബാങ്കിങ് ഓംബുഡ്സ്മാൻ്റെ ഒഫീഷ്യൽ പവർ എന്താണ്, ആളുടെ ഓഫീസിൽ കിട്ടിയിട്ടുള്ള ആ ഒരു കംപ്ലയിൻറ്റ്സും കാര്യങ്ങളൊക്കെ എന്താണോ അതിൻ്റെ ഒരു ഫുൾ കോറിൽ ഫങ്ഷൻ ചെയ്യാനുള്ള എല്ലാ അധികാരവും പവറും നമ്മുടെ
ബാങ്കിങ് ഓംബുഡ്സ്മാൻ ഉണ്ട്. അതുപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് അവരുടെ ഗൈഡ് ലൈൻസ് ഒക്കെ നോക്കി അതിനനുസരിച്ചുള്ളൊരു ബഡ്ജറ്റ് ഉണ്ടാക്കാനുള്ള കഴിവും നമ്മുടെ ബാങ്കിങ് ഓംബുഡ്സ്മാൻ ഉണ്ട്. ആൻഡ് എവ്രി ഇയർ ബാങ്കിങ് ഓംബുഡ്സ്മാൻ ഒരു റിപ്പോർട്ട് RBIക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ആ പബ്ലിക് ഇൻട്രസ്റ്റ് അത് പബ്ലിഷ് ചെയ്യണം എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് RBI അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് പവേഴ്സ് ആൻഡ് ജൂറിസ്ഡിക്ഷൻ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കൈൻഡ്സ് ഓർ നേച്ചർ ഓഫ് കംപ്ലയിൻറ്റ്സ് സെറ്റിൽഡ് ബൈ ബാങ്കിങ് ഓംബുഡ്സ്മാൻ. നമ്മളിപ്പോൾ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ബാങ്കിനെ പറ്റി കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് BOൻ്റെ അടുത്ത് പോകാം എന്ന് കരുതി എല്ലാ കംപ്ലയിൻറ്റ്സും പോകാൻ പറ്റില്ല. അവർ സെറ്റിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഡീൽ ചെയ്യുന്ന കുറച്ച് കംപ്ലയിൻറ്റ്സ് ഉണ്ട്. ആ കംപ്ലയിൻറ്റ്സ് അതിൻ്റെ കൈൻഡ്സ് നേച്ചർ എന്താണെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ ഡീൽ ചെയ്യുക. സോ refusal to accept without adequate cause of small denomination notes presented for any purpose or for charging of commission for this service. ഇപ്പോൾ വേറെ ഒരു സ്പെഷ്യൽ കാരണവും ഇല്ലാതെ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ചെക്കോ നോട്ടോ ഒന്നും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല ബാങ്ക് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെറിയ ചെറിയ സർവീസസിന് പോലും അവർ കമ്മീഷൻ എടുക്കുകയെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാവുന്നതാണ്. Then non-acceptance without any cause of coins presented and for charging of commission for this service. അതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞു നോട്ട്, സ്മോൾ ഡിനോമിനേഷനിലുള്ള നോട്ടാണ് ആക്സെപ്റ്റ് ചെയ്യാൻ അവർ റിഫ്യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാം. അതുപോലെ കോയിൻസ് ആണ് അവർ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചൊരു റീസണും ഇല്ലാതെ നമ്മൾ കൊടുക്കുന്ന കോയിൻസ് ബാങ്ക് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം. Then fails to do payment or excessive delay in the payment for collection of bills, drafts, checks, etc. നമ്മളിപ്പോൾ ഒരു ചെക്ക് പ്രസൻറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡ്രാഫ്റ്റോ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒക്കെ പ്രസൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് പേയ്മെൻറ്റ് നമുക്ക് തരുന്നേ ഇല്ല, അല്ലെങ്കിൽ പേയ്മെൻറ്റ് വളരെ ഡിലേ ആയിട്ടാണ് തരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കതും കംപ്ലയിൻറ്റ് ചെയ്യാം. Then fails to allow or delay in issue of drafts, pay orders or bank checks, personal loans. ഇനി നമുക്ക് ഡ്രാഫ്റ്റോ അല്ലെങ്കിൽ പേ ഓർഡേഴ്സോ ചെക്കോ പേഴ്സണൽ ലോൺസോ ഒക്കെ ഇഷ്യൂ ചെയ്യാൻ വൈകുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നെങ്കിൽ നമുക്ക് ഇഷ്യൂ ചെയ്ത് തരുന്നേ ഇല്ല, അല്ലെങ്കിൽ തരുന്നത് ഭയങ്കരമായിട്ട് വൈകുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം. ദെൻ നോൺ അഡ്ഹറൻസ് ടു ഡയറക്റ്റഡ് വർക്കിംഗ് അവേഴ്സ്. നമുക്കൊരു വർക്കിംഗ് അവർ ഉണ്ടാവും ഇത്ര മുതൽ ഇത്ര വരെ എന്നുള്ളത്, അത് ഫോളോ ചെയ്യാതെ ഇഷ്ടമുള്ള പോലെ വർക്കിംഗ് അവർ വെക്കുന്നു. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കാര്യത്തിൽ പോകുമ്പോൾ സമയം കഴിഞ്ഞു കേട്ടോ, ശരിക്കും സമയം കഴിഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇതിപ്പോൾ ഇഷ്യൂ ചെയ്യാനുള്ള സമയം കഴിഞ്ഞു, അല്ലെങ്കിൽ ഇപ്പോൾ പറ്റില്ല, അങ്ങനെയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം. ഓൺ ഡെപ്പോസിറ്റ്സ് ഇൻ എനി സേവിങ്സ് അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട് ഓർ അതർ അക്കൗണ്ട് മാനേജ്ഡ് ഇൻ എ ബാങ്ക്. നമ്മുടെ സേവിങ്സോ കറണ്ടോ റെക്കറിങ്ങോ ഫിക്സ്ഡോ ഈ അക്കൗണ്ട്സിൽ മാനേജ് ചെയ്യുന്നതിൽ എന്തെങ്കിലും പാളിച്ചകൾ ബാങ്ക് നടത്തുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം. ഒബ്സ്ട്രക്ഷൻസ് ആൻഡ് ഡിലേസ്, നോൺ ക്രെഡിറ്റ് ഓഫ് പ്രൊസീഡ്സ് ടു പാർട്ടീസ് അക്കൗണ്ട്സ്, നോൺ പേയ്മെൻറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഓർ നോൺ ഒബ്സർവൻസ് ഓഫ് ദി റിസർവ് ബാങ്ക് ഡയറക്റ്റീവ്സ്. ഒന്നുകിൽ നമ്മുടെ അക്കൗണ്ടിലെ പല കാര്യങ്ങൾക്കും ഡിലേ വരുത്തുക, അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും നമ്മൾ ചെന്ന് ചോദിക്കുമ്പോൾ അതിനൊക്കെ ഒബ്സ്ട്രക്ഷൻസ്, എല്ലാത്തിനും തടസ്സം പറയുക, അല്ലെങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് നമുക്ക് തരുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ റിസർവ് ബാങ്കിൻ്റെ ഒരുപാട് ഡയറക്ഷൻസ് ഉണ്ട്, അതൊന്നും ഒബ്സർവ് ചെയ്യണില്ല, അതൊന്നും ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാവുന്നതാണ്. Delays in administration of export bills, receipt of export proceeds, a collection of bills and many more for exporters gave the said complaints concerned of the bank's procedures in India. ഇപ്പോൾ എക്സ്പോർട്ട് ബിൽസൊക്കെ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പോൾ നമ്മുടെ എക്സ്പോർട്ടറിൻ്റെ ബാങ്കായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട് ഒരു ബാങ്ക് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊന്നും ശരിയായിട്ട് നോക്കുന്നില്ല, അല്ലെങ്കിൽ ആ ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് തരുന്നില്ല, അല്ലെങ്കിൽ നമ്മളൊരു ബില്ല് കൊടുക്കുമ്പോൾ ബില്ല് കളക്ട് ചെയ്യുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാവുന്നതാണ്. ഫെയിൽസ് ടു ഓണർ എ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് കമ്മിറ്റ്മെൻറ്റ്സ് ഓർ ഗ്യാരണ്ടി. ലെറ്റർ ഓഫ് ഗ്യാരണ്ടി, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നതെല്ലാം നമ്മൾ ഇൻ്റർനാഷണൽ ട്രേഡ് എക്സ്പോർട്ടിലൊക്കെ വരുന്ന കാര്യങ്ങളാണ്. സോ അങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സ് ഇൻ്റർനാഷണൽ ട്രേഡിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയപ്പെടുന്ന ഇത്തരം ഡോക്യുമെൻറ്റ്സ് ഒന്നും ഓണർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം. ഡെനിയൽ ടു ഓപ്പൺ ഡെപ്പോസിറ്റ് അക്കൗണ്ട്സ് വിത്തൗട്ട് എനി വാലിഡ് ബേസിസ് ഫോർ ഡിനിയൽ. നമ്മളിപ്പോൾ ഒരു ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് പറ്റില്ല,
അതായത് ഒരു വാലിഡ് ജെനുവിൻ റീസണും പറയാതെ അല്ലെങ്കിൽ ഇല്ലാതെ നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് പറ്റില്ല, അല്ലെങ്കിൽ അത് ശരിയാവില്ല എന്നൊക്കെ പറയാം. ദെൻ കംപ്ലയിൻറ്റ്സ് ഫ്രം NRIs holding accounts in India in relation to their payments from abroad, ഡെപ്പോസിറ്റ്സ് ആൻഡ് അതർ ബാങ്ക് റിലേറ്റഡ് കൺസേൺസ്. ഇപ്പോൾ NRI അക്കൗണ്ട്സ്, നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ അക്കൗണ്ട്സ് ആണ്. NRI അക്കൗണ്ട്സ് ഒന്നും ശരിക്കല്ല മാനേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിനോമിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കറൻസി ആയിരിക്കില്ലല്ലോ അവരുടെ കറൻസി. അപ്പോൾ നമ്മുടെ റുപ്പി ഡിനോമിനേഷൻ ആണെങ്കിൽ അവരുടെ USD ഡിനോമിനേഷൻ ആയിരിക്കും. അപ്പോൾ ഡിനോമിനേഷൻസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഡിലേ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ലോജിക്കില്ലാത്ത അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ള ജെന്യുവൻ ആയിട്ടുള്ള റീസൺ അല്ലാത്ത പല കാര്യങ്ങളും പറഞ്ഞ് ഒഴിഞ്ഞു മാറുക അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതും കംപ്ലയിൻറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇത്രയുമാണ് നമ്മുടെ കംപ്ലയിൻറ്റ്സ്, അല്ലെങ്കിൽ ഒരു ബാങ്കിങ് ഓംബുഡ്സ്മാൻ ഡീൽ ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് കംപ്ലയിൻറ്റ്സ്. ഒരുപാട് കംപ്ലയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇൻ്റർനാഷണൽ ട്രേഡിൽ തന്നെ അതിൽ തന്നെ വരുന്ന സബ്ബായിട്ട് വരുന്ന ഒരുപാട് കംപ്ലയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ എഴുതുന്നില്ല, ഞാനൊരു ബ്രോഡായിട്ടാണ് കൊടുത്തിട്ടുള്ളൂ, ഇൻ്റർനാഷണൽ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത്രയുമാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ ഡീൽ ചെയ്യുന്ന നേച്ചർ അല്ലെങ്കിൽ കൈൻഡ്സ് ഓഫ് കംപ്ലയിൻറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഒരു 5 പോയിൻറ്റ്സ് ഉണ്ട്, പവേഴ്സ് ആൻഡ് ജൂറിസ്ഡിക്ഷൻ ഓഫ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ എന്ന് പറഞ്ഞിട്ട് അതും നോക്കണം. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ ഉണ്ട്. ഇതിനെ ഒബ്ജക്റ്റീവ്സ് ആയിട്ടും പറയാം, അതുപോലെ തന്നെ ഫങ്ഷൻസ് ആയിട്ടും ചോദിക്കാം. രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാലും ഇത് തന്നെയാണ് ആൻസർ എഴുതേണ്ടത്. പിന്നെ ഒബ്ജക്റ്റീവായിട്ട് ചോദിക്കുമ്പോൾ ടു ഇൻറ്റൻസിഫൈ, ടു ഹെൽപ്പ്, ടു റെൻഡർ എന്ന് പറയണം. അത് ഫങ്ഷനായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഹെൽപ്സ് ടു ഇൻറ്റൻസിഫൈ, ഇറ്റ് ഹെൽപ്സ് ടു സ്വിഫ്റ്റ്, ഇറ്റ് ഹെൽപ്സ് ടു റെൻഡർ, അങ്ങനെ വേണം പറയാനായിട്ട്. ദെൻ വാട്ട് ക്യാൻ ബാങ്കിങ് ഓംബുഡ്സ്മാൻ ഡു, ദെൻ ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം ആൻഡ് ദ കോൺസെപ്റ്റ് ഓഫ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ. കുറച്ചധികം ടെക്നിക്കൽ ടേംസ് ഉണ്ടെന്നല്ലാതെ അത് മാറ്റി നിർത്തിയാൽ വളരെ സിമ്പിളാണ്. ക്രക്സ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ബാങ്കിങ് സർവീസസിനെ പറ്റിയിട്ട് എന്തെങ്കിലും എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് പറയാനുണ്ട് അല്ലെങ്കിൽ ഒബ്ജക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെന്ന് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു ഒഫീഷ്യലാണ് ഈ ബാങ്കിങ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത്. ആളത് നോക്കി അതിൻ്റെ പ്രോസും കോൺസും ന്യൂ ആൻഡ് കോണും ഒക്കെ നോക്കി ഒരു സൊല്യൂഷൻ, ഒരു റെഡ്രസ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അത്രയേ ഉള്ളൂ ബാങ്കിങ് ഓംബുഡ്സ്മാൻ എന്ന് പറഞ്ഞാൽ. ബട്ട് സ്റ്റിൽ ഇതിൻ്റെ സെക്ഷൻ, അതുപോലെ അത് എക്സിസ്റ്റൻസിൽ വന്നത്, കുറച്ചും കൂടെ സ്ട്രോങ് ആയത്, ക്വാസി ജുഡീഷ്യൽ ഒഫീഷ്യൽ എന്ന് പറഞ്ഞ ടേംസ്, അതൊക്കെ കൃത്യമായിട്ട് എഴുതണം. വളരെ ക്യാപ്സ്യൂളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഇത് മുഴുവൻ നന്നായിട്ട് വായിക്കുക, പഠിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.